എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരൻ. വളരെ ദുഃഖകരമായൊരു വാർത്തയുമായിട്ടാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നത്. രാവിലെ കേൾക്കാൻ സാധിച്ചൊരു ന്യൂസാണ്. ഒരു പോലീസ് സേനയിലുള്ള ഒരു വ്യക്തി സ്വയം തൻ്റെ റൈഫിൾ ഉപയോഗിച്ച് ജീവൻ ഒടുക്കിയിരിക്കുന്ന സംഭവം വളരെ ദുഃഖകരമായൊരു വാർത്തയാണ്. ഞാൻ കുറച്ചുനാൾ സേനയിൽ വർക്ക് ചെയ്ത ആളാണ്. അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അറിയാം. ബട്ട് ഇത് കുറച്ചു അധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. വീട്ടിലുള്ള സ്വന്തം ഭാര്യയുടെ പ്രസവത്തിനായിട്ടുള്ള ശുശ്രൂഷകളിൽ അവർക്ക് വേണ്ട പരിചരണം കൊടുക്കാൻ വേണ്ടി ലീവിന് അപേക്ഷിച്ചപ്പോൾ ലീവ് ലഭിച്ചില്ല. വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ കുഴിബാമ്പുകളെക്കുറിച്ചായിരുന്നു, മരണങ്ങളെയും അപകട മരണങ്ങളെയും കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ വീണ്ടും അതിനേക്കാളും ശോചനീയമായ ബുദ്ധിമുട്ട് അനുഭവിച്ച ഒരു ന്യൂസാണ് നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ ഞാൻ ശ്രമിക്കുന്നത്. ഈ പോലീസ് സേനയോട് കുറച്ചെങ്കിലും നീതി കാണിക്കാൻ ഈ ഭരണം നയിക്കുന്നവർ ഒന്ന് ശ്രമിച്ചാലും ആവശ്യത്തിനുള്ള അംഗബലം സേനയ്ക്കില്ല. വളരെ ചെറിയൊരു അംഗബലം വച്ച് പരിധിയിൽ കഴിഞ്ഞ ഡ്യൂട്ടികൾ ഏൽപ്പിക്കുമ്പോൾ അവർക്ക് മാനസിക സമ്മർദ്ദം ഒത്തിരി ഉണ്ടാകും. ഇത് അവരുടെ സീനിയർ ഓഫീസേഴ്സിന് അറിയാമെങ്കിലും അവർക്കും പരിമിതികൾ പലതുമുണ്ട്. അവർക്കൊന്നും അവരുടെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ് പറയാൻ പറ്റില്ല. ഇത് കഷ്ടിച്ച് ഏതാനും വിരലിലെണ്ണാവുന്ന കുറച്ച് ഓഫീസേഴ്സ് ഈ ഭരണപക്ഷവുമായി വളരെ അടുത്ത് ബന്ധമുള്ളവരാണ്. അവർ ഒരിക്കലും അവരുടെ സബാർഡിനേറ്റ്സ് സഹിക്കുന്ന ബുദ്ധിമുട്ടുകൾ അവരുടെ മേലധികാരികളോട് പറയില്ല. അവർ അവരുടെ കാര്യങ്ങൾ മാത്രം നോക്കുന്നു. പോലീസ് സേനയിലുള്ളവരും കുടുംബമുണ്ട്, മാതാപിതാക്കളുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്, ഒത്തിരി ആൾക്കാർ അവരുണ്ട്. നമ്മെപ്പോലെ അവരും മനുഷ്യരാണ്. അവർ ചെയ്യുന്ന ഡ്യൂട്ടി അവർ കറക്റ്റായിട്ട് ചെയ്തില്ലെങ്കിൽ അതിന് ഡിസിപ്ലിൻ ആക്ഷൻ എടുക്കാൻ ഒത്തിരി പേർ കാണും. മറിച്ച് അവരുടെ മാനസിക ബുദ്ധിമുട്ടുകളിൽ പങ്കുചേരുക, അതിനുകൊണ്ട് ഒരു റിലീഫ് സംവിധാനം ഉണ്ടാക്കാനും ഇവരാരും ശ്രമിക്കുന്നുമില്ല. ഇനി എന്താണ് സംഭവിക്കുന്നത്? അവസാനമായി ഈ വിനീത് എന്ന് പറഞ്ഞ ആ യോദ്ധാവിൻ്റെ മൃതശരീരം നിർത്തി നമ്മുടെ പോലീസുകാർ നിറഞ്ഞു ചെന്ന് കുറേ ആചാരവെടികൾ മുഴക്കും. അന്ത്യകർമ്മങ്ങളെന്നുള്ള പേരിൽ ഈ സാധാരണ എല്ലായിടത്തും സംഭവിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ അന്ത്യകർമ്മങ്ങൾ അവിടെ വെച്ച് തീരുന്നു. ബട്ട് അത് അങ്ങനെ മാത്രമല്ല അന്ത്യകർമ്മം നടത്തിയെന്ന് ഓർക്കണം. ഈ അന്ത്യകർമ്മത്തിൻ്റെ മൊത്തം കുടുംബത്തിന് വേണ്ടിയാണ് നിങ്ങൾ ആ വെടിവെച്ച വ്യക്തി രണ്ടൊന്ന് ബിഗിലും വെച്ച് റിട്രീറ്റൊക്കെ ചെയ്ത് കാണിക്കുന്നത്. പ്ലീസ് എന്തെങ്കിലും ഒരു സമാധാനം കൊടുക്കുക. ഇവർ അനാവശ്യമായി വളരെ അനാവശ്യമായി എന്തെല്ലാം വേസ്റ്റ് ഓഫ് മണി ചിലവാക്കുന്ന ആ വേസ്റ്റ് മണി ഉണ്ടെങ്കിൽ ഒരു 4-5 ബറ്റാലിയൻ രൂപീകരിച്ച് ഇപ്പോഴുള്ള പോലീസുകാരുടെ ആ ജോബ് പ്രഷർ കുറയ്ക്കാമായിരുന്നു. അതവർ ചെയ്യില്ല. ഉള്ള ജോലിക്കാർക്ക് തന്നെ, ഉള്ള ഈ സേനയിലുള്ളവർക്ക് തന്നെ മാക്സിമം പ്രഷറൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ടോട്ടൽ പ്രഷറൈസ്. അവർക്ക് റെസ്റ്റില്ല. അവരെക്കുറിച്ച്, അവരുടെ വേദനകളെക്കുറിച്ച് അറിയുന്നില്ല, അവരുടെ കുടുംബത്തെക്കുറിച്ച് അറിയുന്നില്ല. അതിനൊന്നും അവർക്ക് ചിന്തിക്കാനുള്ള സമയം അവരുടെ ഉപരി മേലധികാരികൾ കൊടുക്കുന്നില്ല. മേലധികാരികളുടെ സുരക്ഷിതത്തിന് വേണ്ടി മാത്രമാണ് 95% ഓഫ് ഈ ഫോഴ്സിലെ ആൾക്കാർ അവരുടെ ഡ്യൂട്ടി ചെയ്യുന്നത്. അതിലവർക്ക് വിഷമമുണ്ട്. അവർ ഈ മിണ്ടാപ്രാണികളാണ്. പക്ഷേ മനസ്സിൽ അവർ മിണ്ടുന്നതായിരിക്കും. ആ വേദനയുടെ പ്രത്യാഘാതമാണ് സ്വന്തം ഉപയോഗിച്ച റൈഫിളെടുത്ത് അതിലെ കാഞ്ചി വലിച്ച് സ്വയം ജീവൻ ഒടുക്കിയത്. പ്ലീസ്, ഇതിനു മുമ്പ്
ഇങ്ങനെയുള്ള സംഭവങ്ങളുണ്ടായിട്ട് തൃശ്ശൂരുണ്ടായിട്ടുണ്ട്, അറിയാവുന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നില്ല അതിന് വേണ്ട സംവിധാനങ്ങൾ വീണ്ടും അങ്ങനെയുള്ള ദുരന്തങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള സംവിധാനം എടുത്തെന്ന് അറിയില്ല. സോ പ്ലീസ് ഏത് കമാൻഡിലുള്ളവരുടെ സീനിയർ ഓഫീസേഴ്സ് ഒരാളൊരു ലീവിന് ആവശ്യപ്പെട്ടാൽ എന്താണ് ഒരു വ്യക്തം നോക്കി അവർക്ക് എമർജൻസി കിട്ടേണ്ടതാണെങ്കിൽ അതേത് രീതിയിലെങ്കിലും സീനിയർ ഓഫീസേഴ്സിനോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഒരുപക്ഷെ ഇവരുടെ ഡയറക്റ്റ് കമാൻഡൻറ്റിനോ DYSPക്കോ അവർക്കൊന്നും ഒരുപക്ഷെ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ ടു പ്ലീസ് റിപ്പോർട്ട് ടു യുവർ ഹയർ അതോറിറ്റി, അവരെടുക്കട്ടെ. അങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്. അതല്ലെങ്കിൽ അവരുടെ ശാപം കൂടിയ കുടുംബത്തിൻ്റെ ശാപം നിങ്ങൾ കേൾക്കേണ്ടി വരും. പാവം, നിങ്ങൾ തെറ്റിയാതെ നിങ്ങൾ മറ്റുള്ളവരുടെ ശാപം ഏൽക്കേണ്ടി വരേണ്ട കാര്യമുണ്ടോ? സോ കഴിയുന്നതും ഭരണാധികാരികൾ ഒന്ന് ശ്രദ്ധിക്കുക പ്ലീസ്. നിങ്ങൾ വേസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് മതി. ഒരു വേസ്റ്റ് കളയുന്ന എമൗണ്ട് നിങ്ങൾ 5 വർഷം ഒരു 5 ബറ്റാലിന് ശമ്പളം കൊടുക്കാൻ പറ്റും. ഒത്തിരി ട്രെയിനീസ് ഉണ്ട്, ഒത്തിരി പേര് അതിൻ്റെ ടെസ്റ്റ് പാസ്, അവരെ എടുക്കുക, അവരെ ട്രെയിനിങ് കൊടുക്കുക, കുറച്ച് കൂടുതൽ സ്ട്രെങ്ത് വരും, ഇവർക്ക് കുറച്ച് ഫ്രീ കിട്ടും. ഉള്ളവർക്ക് ജോലി, അവർക്ക് ആവശ്യത്തിന് വീട്ടിൽ ലീവ് കൊടുക്കാനുള്ള സാഹചര്യം കമാൻഡൻസിനുണ്ട്, അവരുടെ സീനിയർ ഓഫീസേഴ്സിനുണ്ടാകും. സോ കഴിയുന്നതും ഒരിക്കൽ കൂടി ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു, ഇനിയും ഇങ്ങനെയുള്ള ആത്മഹത്യാ പ്രേരണ അതിനുള്ള സാഹചര്യം ഭരണതലത്തിൽ നിന്ന് ഉണ്ടാക്കാതിരിക്കുക പ്ലീസ്. നിങ്ങളൊക്കെ കുറച്ച് ഒരു 5 വർഷം കഴിഞ്ഞ് നിങ്ങളങ്ങോട്ട് ഇറങ്ങിപ്പോകും. വീണ്ടും അടുത്ത ഗ്യാങ് വരും. അപ്പോൾ ഏത് ഭരണാധികാരികളുണ്ടെങ്കിൽ തന്നെയും ഇതിനെക്കുറിച്ച് ചിന്തിക്കുക. ആദ്യം നമ്മുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നത് പോലീസ് സേനയാണ്. അവരുടെ സുരക്ഷിതത്വം ഉണ്ടാക്കേണ്ടത് ഭരണാധികാരികളാണ്. അതിവിടെ ഇല്ല. ഇപ്പം തന്നെ അറിയാം, ഇവിടെ ഇവർ പോലീസുകാർ അവർ കേസന്വേഷിക്കുമ്പോൾ ഗുണ്ടകളും മരുന്ന് മാഫിയക്കാരും അവരെ തല്ലാൻ നിൽക്കുകയാണ്. അവരെ തല്ലിയാലും ഒരു കുഴപ്പമുണ്ടാവില്ല. പാവം പോലീസുകാരുടെ കയ്യും കാലും അവർ ആശുപത്രി കിടക്കുന്ന അവർക്കേ ബുദ്ധിമുട്ടുണ്ടാവും, അവരുടെ കുടുംബത്തിന് ബുദ്ധിമുട്ടുണ്ടാവും. മറ്റാർക്കും ബുദ്ധിമുട്ട്, അവൻ ഈസി ആയിട്ട് വേറെ ഏതൊരു ക്രിമിനൽ ലായറെ വെച്ചിട്ട് അവൻ ജാമ്യത്തിൽ ഇറങ്ങിപ്പോരും. സോ ഈ പ്രവണതകൾക്കൊക്കെ ഒരു അന്ത്യം കൊടുക്കുക. ഇത് ഞങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. വി ആർ പബ്ലിക് പീപ്പിൾ. സോ ഈ സംവിധാനം ഇതിനാകെ ഒന്ന് മാറ്റിക്കുറിക്കുക. ഒഴിവുകളുള്ളിടത്ത് ആൾക്കാരെ ഫില്ല് ചെയ്യുക പ്ലീസ്. അല്ലാതെ അർഹതയില്ലാത്തവന് ശമ്പളം കൂട്ടിക്കൊടുത്ത് അർഹതയില്ലാത്ത പോസ്റ്റും ക്രിയേറ്റ് ചെയ്ത് ഈ പാവം പിടിച്ച പോലീസുകാരെ ഉപദ്രവിക്കാതിരിക്കുക. അവർക്ക് വേണ്ട ഉത്തേജനം കൊടുക്കുക, അവർക്ക് വേണ്ട സ്പിരിറ്റ് കൊടുക്കുക, അവർക്ക് വേണ്ട സൗകര്യം ചെയ്ത് കൊടുക്കുക. അവരുടെ കുടുംബമായിട്ട് അറ്റ്ലീസ്റ്റ് വീക്കെൻഡ് അല്ലെങ്കിൽ മാസത്തിൽ 2 ദിവസം 5 ദിവസമെങ്കിലും അവരോടൊപ്പം കഴിയാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക. സോ ദേ ബിക്കം മോർ ഫ്രഷ്. അവർ നമുക്ക് വേണ്ടി, പബ്ലിക്കിന് വേണ്ടി നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ ശ്രമിക്കും. സോ ആർക്കെങ്കിലും പലവർക്കും നൊന്തിട്ടുണ്ടെങ്കിൽ ആ വേദന ഒന്ന് മനസ്സിൽ ഒതുക്കി വയ്ക്കുക. നമുക്കങ്ങനെ വേദിക്കേണ്ട കാര്യമില്ല. ഇനിയും വിനീതമാരോ മറ്റാരെയും ഇതിലേക്ക് തള്ളിവിടാതിരിക്കുക. നിങ്ങൾക്ക് ഫോഴ്സിന് ആൾ കുറവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയാം, നിങ്ങളുടെ സീനിയർ ഓഫീസേഴ്സിനോട് പറയുക വേണ്ട അതിനുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടി. സീനിയർ ഓഫീസേഴ്സിനും പരിധികളുണ്ട്. അവരും പോയി സല്യൂട്ട് മുട്ടടിച്ച് നിൽക്കുന്ന പല ഓഫീസേഴ്സും കാണും. എന്നാൽ സ്വന്തം ആവശ്യത്തിന് മുട്ടടിച്ച് കാര്യം നേടിയെടുക്കുന്നു. കാരണം ഏമാന്മാരുടെ ഫ്രണ്ടിൽ പോയി കഴിഞ്ഞ് 10 സല്യൂട്ടിന് 25 സല്യൂട്ട് അടിച്ചാൽ എന്താ അവർക്ക് വേണ്ടത് അവരിടും. പക്ഷേ അവരുടെ പിന്നീടുള്ള ആ സേനകൾ ബുദ്ധിമുട്ടുന്ന അവരെക്കുറിച്ച് ആരും ഒന്നും പറയാറില്ല. സോ ആർക്കെങ്കിലും എൻ്റെ ഈ വീഡിയോയിൽ നൊന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക. വി ആർ ആൾ ഹ്യൂമൻ ബീയിങ്. കൺസിഡർ എവരിവൺ ആസ് എ ഹ്യൂമൻ ബീയിങ്. ഓക്കെ, കാണാം വീണ്ടും നല്ലൊരു വീഡിയോയുമായി. ഒരു ദുഃഖകരമായ വീഡിയോയുമായുള്ള ചാൻസ് ഉണ്ടാകരുത് എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.